ഹോൾസെയിൽ ഓപ്പൺ മാർക്കറ്റിലെ വിലയേക്കാൾ കൂടിയ വിലക്ക് സാധനങ്ങൾ വാങ്ങരുതെന്നാണ് കേരള സ്റ്റോർസ് പർച്ചേസ് മാനുവലിന്റെ വ്യവസ്ഥ. ഇതനുസരിച്ച് മാത്രമേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സാധനങ്ങൾ വാങ്ങാവൂ. എന്നാൽ കഴിഞ്ഞ മെയ് 24-നും ജൂൺ 26-നും കോർപ്പറേഷൻ നൽകിയ ഓർഡറുകൾ ഇതിന് വിരുദ്ധമാണെന്ന് PUCL തൃശൂർ വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിൽ കണക്കുകൾ സഹിതം വിവരിക്കുന്നു. മെയ് 24-ന് 80 മെട്രിക് ടൺ ചെറുപയർ ഇറക്കുമതി ചെയ്തത് കിലോയ്ക്ക് 74 മുതൽ 79 രൂപ വരെ എന്ന നിരക്കാണ്. എന്നാൽ ചെറുപയർ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഹോൾസെയിൽ ഓപ്പൺ മാർക്കറ്റിൽ കിലോക്ക് 58 മുതൽ 61 രൂപ വരെയുള്ളൂ. ഇത് പ്രകാരം കിലോക്ക് 18 രൂപയും 80 മെട്രിക് ടണ്ണിന് 42 ലക്ഷം രൂപയും കോർപ്പറേഷൻ നഷ്ടം സംഭവിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നു. സമാന മാതൃകയിൽ മെയ് 24-ന് നൽകിയ മൊത്തം കരാറുകളിൽ മാത്രം കോർപ്പറേഷന് 10 കോടിയുടെ നഷ്ടം സംഭവിച്ചതായി പരാതിക്കാർ ആരോപിച്ചു. ജൂൺ 16-ന് നൽകിയ കരാർ പ്രകാരം ചെറുപയറും ബംഗാൾ പയറും ഇറക്കുമതി ചെയ്തതിൽ 8 കോടിയുടെ നഷ്ടമുണ്ടായതായും പരാതിയിൽ പറയുന്നു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള കരാറുകൾ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട കമ്പനികൾക്ക് നൽകുന്നുവെന്നതാണ് മറ്റൊരു പരാതി. ഇത്തരത്തിലുള്ള കമ്പനികൾ ബിനാമി പേരുകളിൽ രജിസ്ട്രേഷൻ നടത്തി കരാറുകൾ നേടുന്നതായാണ് ആക്ഷേപം. പരാതി സ്വീകരിച്ച വിജിലൻസ് കോടതി ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിക്കാർ ഉന്നയിക്കുന്നതെന്നും പ്രഥമ ദൃഷ്ട്യാ പരാതി തള്ളിക്കളയാനാകില്ലെന്നും നിരീക്ഷിച്ചു. അതിനാൽ കോടതി പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടു. എറണാകുളം വിജിലൻസ് SP-യെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. നവംബർ 16-നകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.